വെനിസ്വലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡിന്റെ മേൽ അമേരിക്ക അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു അവകാശം ഉന്നയിച്ചിരിക്കുന്നു. രണ്ടാം ടേമിൽ കൂടുതൽ ശക്തനായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടിയാണ് വെനിസ്വലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണമെന്നുള്ള ആവശ്യം വളരെ ശക്തമാക്കുന്നത്. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് അമേരിക്കയുടെ സഖ്യകക്ഷികൾ ട്രംപിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇത് സംബന്ധിച്ച് ചില വ്യക്തത ഇന്ന് US കോൺഗ്രസ് പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ നൽകിയിട്ടുണ്ട്. റൂബിയോ പറയുന്നത് ഇത് ഒരു സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് ഉദ്ദേശമല്ല, ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഡീലായിരിക്കും. ഇത് അമേരിക്കയ്ക്ക് അവകാശപ്പെട്ട ഭൂമി പണം കൊടുത്ത് വാങ്ങുക എന്നുള്ള രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നീങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റൂബിയോ പറയുന്നു. എന്നാൽ പരസ്പര വിരുദ്ധമായ ഒരു പ്രസ്താവനയുമായി ഇന്ന് പിന്നീട് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് വന്നതോടുകൂടി ഇത് എന്താണ് ട്രംപിന്റെ നീക്കം എന്നുള്ളൊരു ആശയക്കുഴപ്പം അന്തരീക്ഷത്തിൽ വന്നിരിക്കുകയാണ്. കാരലിൻ ലെവിറ്റ് പറയുന്നത് ആർട്ടിക് മേഖലയിലെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ അമേരിക്കയ്ക്ക് ഈ ഭൂമി കൈവശപ്പെടുത്തിയേ പറ്റൂ. പ്രത്യേകിച്ച് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പലുകൾ അവിടെ നങ്കൂരം വിട്ടുന്ന കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വേണം, വേണ്ടി വന്നാൽ ഒരു സൈനിക നടപടി ഉണ്ടായേക്കാം എന്നുള്ളൊരു സൂചനയാണ് വൈറ്റ് ഹൌസ് നൽകുന്നത്. ഇതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളായ പോളണ്ട്, ഇറ്റലി, ഫ്രാൻസും ഒക്കെ ഡെൻമാർക്കിനോടൊപ്പം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഡെൻമാർക്കിന്റെ പരമാധികാരം ചോദ്യം ചെയ്യരുത്, അത് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറണമെന്നാണ് ഇവർ ഈ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ചില റിപ്പബ്ലിക്കൻ അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് രംഗത്തെ പ്രതിനിധികളും ട്രംപിന്റെ നീക്കത്തിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, വെനിസ്വലയിലും ചില ധാരണകൾ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി ആയിട്ടുണ്ട്. ഏതാണ്ട് $2 ബില്യൺ എണ്ണ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുവാൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഏതാണ്ട് 35-40 മില്യൺ ബാരലുകൾ എണ്ണ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഇപ്പോൾ ഷെവ്രോൺ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്ക് മാത്രമാണ് അവിടെ എണ്ണ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുവാനുള്ള അധികാരമുള്ളത്. ഇതോടുകൂടി ചൈനയിലേക്കുള്ള എണ്ണയൊഴുക്ക് തടയപ്പെടും. ഇത് അമേരിക്കയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും വിലയിരുത്തുന്നുണ്ട്.